ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ആക്ടിവിറ്റി ഏരിയയിൽ വീക്ക്ലി ടാസ്കും അതിൻ്റെതായ രീതിയിലുള്ള വഴക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഹൗസിനകത്തും വഴക്കായിരുന്നു. പ്രവീണും രനാ ഫാത്തിമയും തമ്മിലാണ് ആ ഒരു വഴക്ക് നടന്നത്. കണ്ടിട്ട് എനിക്ക് തോന്നിയ കാര്യം ആദ്യം തന്നെ പറയാം. ഉറങ്ങാൻ കിടന്ന പ്രവീണിനെ ഉറക്കത്തിൽ നിന്ന് അനീഷ് പോയി എണീപ്പിച്ചത് കൊണ്ട് മാത്രം വെറുതെ കിച്ചണിൽ പോയി ഷോ ഉണ്ടാക്കിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. വലിയ കിച്ചൺ ക്യാപ്റ്റൻ ആണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ കിച്ചണിൽ നിന്ന് 3 നാരങ്ങ എടുത്ത് ലൈം ജ്യൂസ് ഉണ്ടാക്കി ഗസ്റ്റിന് കൊടുത്തു എന്ന് കിച്ചൺ ക്യാപ്റ്റൻ അറിയത്തില്ല. അത് കിച്ചൺ ടീമിൽ ഇല്ലാത്ത ഒരാളാണ് അത് ഉണ്ടാക്കി കൊടുത്തത്. അങ്ങനെയുള്ള ഈ കിച്ചൺ ക്യാപ്റ്റൻ വെറുതെ പോയി കിച്ചണിൽ അവിടെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പാവം ജിസേലിനോടും റെനയോടും കലിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ലൈവിൽ ഞാൻ കണ്ടത്. അപ്പോൾ എന്നെ പറയുന്നത് ഇതാണ്, നാരങ്ങ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ക്യാപ്റ്റൻ അറിയത്തില്ല. അത്രയ്ക്ക് ബേസിക് കാര്യം പോലും ക്യാപ്റ്റൻ അറിയത്തില്ല. അതുപോലും അറിയാതെയാണ് ക്യാപ്റ്റൻ ആണെന്ന് പറഞ്ഞ് വലിയ ഷോ കാണിക്കുന്നത്. പിന്നെ പ്രവീൺ കാണിച്ച ആ ഒരു ഡോഗ് ഷോ കണ്ടിട്ട് ആ കിച്ചൺ പ്രവീൺ ആരോ തീരെ എഴുതി കൊടുത്ത പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ഇനി ഇവിടെ കയറി ഫുഡ് ഉണ്ടാക്കരുത്, ജിസേൽ ആഫ്റ്റർ മേക്കിംഗ് ദിസ് യു ഷുഡ് ലീവ്. ഇനി ഇവിടെ കയറി പോയരുത്, ഒറ്റ ഒരെണ്ണത്തിനെ ഞാൻ ഇവിടെ കേട്ടിട്ടില്ല, ഞാൻ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞ് വെറുതെ അങ്ങ് ഷോ കാണിക്കുവാണ്. ഉറങ്ങിക്കിടന്ന സിംഹത്തെ എണീപ്പിക്കാൻ പോയ അനീഷിനെയും ബോസണിനെയും പറഞ്ഞാൽ മതി, പുള്ളി അവിടെ അങ്ങ് കിടന്നാൽ മതി. ഒരു സൈഡിൽ ഒരു മൂലയ്ക്ക് കിടന്നതിന് അനീഷ് പോയി വെറുതെ വിളിച്ചെണീപ്പിച്ചതാണ്. ഈ ഡോഗ് ഷോ ഒന്നും അങ്ങനെയാണ് കാണേണ്ടി വരത്തില്ലായിരുന്നു. ഇതൊക്കെ പ്രവീൺ കാണിക്കുമ്പോൾ ഓർത്തോണ്ടിരിക്കുന്ന എന്തോ വലിയ സംഭവമാണെന്നാണ്. ആ ഒരു ഹുങ്കുണ്ട് പുള്ളിക്ക്. അടുക്കളയിൽ കയറി ഫുഡ് ഉണ്ടാക്കാൻ സ്വന്തം വീട്ടിലാരും പെർമിഷൻ ചോദിക്കാറില്ല. അവിടെയാണ് പ്രവീൺ ആ പേരും പറഞ്ഞൊരു സീൻ തന്നെ ഉണ്ടാക്കുന്നത്. അത് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. റെനാ ഫാത്തിമ നല്ല രീതിക്ക് തന്നെ വായ അടപ്പിച്ച് വിടുന്നുണ്ട്. പ്രവീൺ ലാസ്റ്റ് സൈ ഇട്ട് പോയി ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുക്കുന്നതായിട്ട് കണ്ടു. ഒരു BB മെറ്റീരിയൽ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. വെറുതെ ഇങ്ങനെ സീൻ ഉണ്ടാക്കാൻ വേണ്ടി ചുമ്മാ മൂഡിനനുസരിച്ച് സീൻ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതും കോംബോ പിടിക്കാനായിട്ടും ഇതേപോലെ ചെറിയ ഡൂക്കിലി സീൻ ഉണ്ടാക്കാനൊക്കെ മാത്രമേ പ്രവീണിനെ കൊണ്ട് പറ്റുള്ളൂ എന്നാണ് ഫീൽ ചെയ്യുന്നത്. അല്ലാതെ ഒരു രീതിയിലുള്ള കോണ്ടന്റുകളും കാര്യങ്ങളും ഒന്നും കോൺട്രിബ്യൂഷൻസ് ഒന്നും പ്രവീൺ അവിടെ കൊടുക്കുന്നില്ല. സാബുമാൻ കഴിഞ്ഞാൽ ഏറ്റവും വീക്കസ്റ്റ് വൈൽഡ് കാർഡ് കണ്ടസ്റ്റന്റ് വേണമെങ്കിൽ നമുക്ക് പറയാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക്